നമുക്കിതൊരു ബ്രൊക്കോളി മെഴുക്കുവരട്ടിയാണ് കേട്ടോ വെക്കണത്. ഇത് ഒത്തിരി ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ ഉള്ളതാണ്. ഇത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. നമ്മളിത് പുഴുങ്ങിയിട്ട് വെറുതെ ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി കുരുമുളകും നാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് ക്രീം ചീസിനകത്തൊക്കെ മുക്കി കഴിക്കാൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രൊക്കോളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നാ ഇതിന് വെജായിട്ടും നോൺ വെജായിട്ടും കറി വെക്കാവേ. ഉപ്പുവെള്ളത്തിലൊക്കെ കുറച്ച് സമയം ഇട്ടിട്ട് വെച്ചാൽ ഇത് വെജിറ്റബിൾ കറിയാവും, ഇല്ലെങ്കിൽ ഇത് നോൺ വെജ് കറിയാവേ. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് വെക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിത് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളിനെ ഞാൻ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറി വെക്കാം. ആദ്യം ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും, മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സവോളയാണ് ഇട്ടേക്കണം കേട്ടോ. നമ്മുടെ ബ്രൊക്കോളി ഒരു 100-150 ഗ്രാമുള്ളേ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ചെറുതായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, വാടി. ആ സമയത്ത് നമുക്കിത് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. കൊടുക്കാവേ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. നമ്മൾ സവോളക്കകത്ത് ഒരു പൊടി ചെയ്യാൻ ഇട്ടായിരുന്നു കേട്ടോ. സവോള ഒന്ന് പെട്ടെന്ന് അതെ ആദ്യം പിന്നെ നമ്മൾ ഫ്രഷ് ചില്ലില്ലേ, അത് ചില്ലി ഫ്ലേക്സ് മുട്ട, 2 മുട്ട ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനെ നമ്മളിങ്ങനെ സൈഡിലോട്ടാക്കിയിട്ട് ഈ മുട്ട നമ്മൾ നടുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇച്ചിരി പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഓഫ് ചെയ്യാനേ. ഒരു സെവൻ ഡിഷ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു വെജിറ്റബിളാണ്.